അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് കണ്ടുകൊണ്ടിരിക്കണവൻ അത് മുഴുവൻ എഴുതിക്കൊണ്ട് പോയിട്ട് അത് അവൻ്റെ ആണെന്ന് പറഞ്ഞാൽ അതിന് എന്നാ ന്യായമെന്നാ പറയും. അജു വർഗീസ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പൊ പിന്നെ ഇവൻ പറ്റിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ആ സ്റ്റേറ്റ്മെന്റിന് എപ്പോഴും ഒരു തെളിവ് വേണം. എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? ഉപയോഗിച്ചിട്ടില്ല കിളിയാണ് അവരൊക്കെ. എന്താണ് ആ സിനിമയ്ക്ക് ശരിക്കും സംഭവിച്ചത്? പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയത്തില്ല. സാറ് മലയാള സിനിമയിൽ ഒരു വിപ്ലവകരമായ തുടക്കമിടുകയാണ്. കമോൺഡർ ഏലിയൻ സാറിന്റെ ഇനി വരാൻ പോകുന്ന ചിത്രം. അതെ, ഇപ്പൊ 21 സെൻസർ കിട്ടിയാണ്. 21 സെൻസർ കിട്ടി. 5 വർഷമായിട്ട് അത് പെട്ടിക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് എൻ്റെ ആണെന്നും പറഞ്ഞ് ഒരു നോവലിസ്റ്റ് വരുന്നു. അദ്ദേഹം ഏതാണ്ട് 12 വർഷത്തോളം എങ്ങാണ്ട് അദ്ദേഹം കേസ് കളിച്ചു അതിന്റെ പിന്നാലെ. എന്റെ ഒരു കോൺസെപ്റ്റില് ബ്രിട്ടീഷുകാരടക്കം ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് കുരുമുളകും അച്ചാറും അടിച്ചുകൊണ്ട് പോകാനല്ല. മലയാള സിനിമയിലെ ലോബികൾ, മട്ടാഞ്ചേരി ലോബി, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ലോബി. അതിനകത്ത് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പിടിച്ചില്ലേ, ഡ്രൈവർ ഫസ്റ്റില്, അവനെ വെച്ച് ഒരാഴ്ചക്ക് മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളത് ഫസ്റ്റ് കോപ്പി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണാതെ ഞാൻ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലാണ്. നമുക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ആ സിനിമയ്ക്ക് അടിക്കാനുള്ള ഇന്ധനമാണ് അതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ പുതിയ ഡയറക്ടറായിട്ടുള്ള നന്ദകുമാർ സാറാണ്. ഇപ്പോൾ തുടരും എന്നുള്ള ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ സാറിൻ്റെ ഒരു പ്രസ്താവന ഒരു വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. സാറ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത രാമൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റാണ് തുടരും ആയി പുറത്തു വന്നിരിക്കുകയെന്നാണ് സാറ് അഭിപ്രായപ്പെടുന്നത്. അതിന്റെ ആധികാരികതയെ കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. അതായത് രാമൻ ഇപ്പൊ തുടരും സിനിമ കണ്ടായിരുന്നു? ഞാൻ കണ്ടു, തുടരും കണ്ടു. അപ്പൊ തുടരും സിനിമയ്ക്കകത്ത് ജോർജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതായത് അതിന്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കണം പടത്തിന്റെ ഒരു പ്ലോട്ട്. അപ്പൊ എന്റെ കഥയ്ക്കകത്ത് ജോൺ എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ ആണ് ആക്ച്വലി ജോർജ് എന്ന് പറഞ്ഞത്. ഈ ജോർജ് വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുന്ന എല്ലാ സംഭവങ്ങളും രാമൻ എന്ന് പറയുന്ന ആ കഥയിലുള്ള എലമെന്റുകൾ തന്നെയാണ്. ഒരു മാറ്റവും. സാറ് കഥ ഏതെങ്കിലും നടന്മാരുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡ്യൂസർമാരുമായോ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ബാല എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് സ്ക്രിപ്റ്റ് പ്രിന്റ് ചെയ്ത് രാത്രിയിൽ കൊണ്ടുപോയി പുള്ളിയുടെ ഞാൻ പോയി കഥ പറഞ്ഞ്, പുള്ളിയുടെ ഫ്ലാറ്റ് ഉണ്ട് പാലാരോട്ടത്ത് ഫ്ലാറ്റിൽ പോയി രാത്രിയിലാണ് ചെല്ലുന്നത്. രാത്രി പോയി കഥ പറഞ്ഞ് പുള്ളിക്ക് അപ്പോൾ കഥാപാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ലാലേട്ടൻ ചെയ്ത രാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ. കാര്യം വെച്ചാൽ നമ്മളിതിങ്ങനെ കുറേ നോക്കുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ എൻ്റെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു സിനിമ റിലീസ് ആവാത്തത് കൊണ്ട് നമ്മൾ ഏത് ആർട്ടിസ്റ്റിന് എടുക്കുകയും ചെന്നാലും അവർ ആ പടം ഇറങ്ങിയിട്ട് നോക്കാന്ന്. ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്, അതിലേക്ക് വരാം. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അടുത്തടുത്ത ഓപ്ഷനുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രിയിൽ ഞാൻ ബാലനെ വിളിച്ചു. അപ്പോൾ അന്ന് എൻ്റെ കൂട്ടത്തിൽ തൊപ്പിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അച്ചായൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ, വിവാഹം കഴിച്ചു. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു. ഞാനും പുള്ളിയും ആൻസി എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ്. അപ്പോൾ ആൻസി പല സിനിമകളിലും വില്ലൻ റോളൊക്കെ നമ്മുടെ മമ്മൂട്ടിയുടെ റിലേറ്റീവ് ഉണ്ടല്ലോ, മക്ബൂൽ സൽമാന്റെ ഏത് സിനിമയ്ക്കകത്ത് ആന്റി ഹീറോയിനായിട്ട്, അതായത് വില്ലത്തിയായിട്ടൊക്കെ അഭിനയിച്ച നടിയാണ് ആൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ബാലയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ രാത്രി അവിടെ ചെന്നു, ദീർഘനേരത്തെ ഡിസ്കഷൻ ആയിരുന്നു. അവിടെ നിന്നിരുന്നു പുള്ളിക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി പറഞ്ഞു. അപ്പോൾ സ്റ്റോറി കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര. സാറ് പറയുന്നത് ബാലയിൽ നിന്നാണ് ഈ സ്ക്രിപ്റ്റ് ലീക്ക് ആയതെന്ന്? ബാല മാത്രമല്ല, അതായത് ആരുടെ കയ്യിൽ നിന്ന് ലീക്കായെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ട് പറയണം. ഞാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഞാൻ ബാലയിടയ്ക്ക് പോയി കഥ സംസാരിച്ചപ്പോൾ ബാല പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് ആയിട്ട് വേണോടാന്ന്. അപ്പോൾ തന്നെ രാത്രിയാണ്, അതായത് ഏകദേശം ഒരു 10-11 മണി ഏറിയല്ലോ. നമ്മളെപ്പോഴും രാത്രി കാലങ്ങളിലാണ് സിനിമാക്കാർ കൂടുതൽ പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ കൂടുതൽ ഈ PDF പരിപാടി അങ്ങനത്തെ നമ്മൾ നൂതന പരിപാടികളാണ്. അപ്പോൾ പുള്ളിക്ക് അത് പ്രിന്റഡ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ അടയ്ക്കാൻ പോയൊരു DTP സെൻ്റർ ഉണ്ട്. നമ്മുടെ പാലാരോട്ടും പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഒരു DTP സെൻ്റർ പുള്ളി അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഷട്ടറുമായി പിടിച്ചിട്ട് ഞാൻ നേരെ പുള്ളിയുടെ ചേട്ടാ അത്യാവശ്യമാണ് എന്നൊരു ബാലയുടെ കഥ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് പ്രിന്റഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഒന്ന് പ്രിന്റ് ചെയ്ത് തരാമെന്ന് വെച്ചാൽ. അപ്പോൾ സിനിമാക്കാരനായതുകൊണ്ടും പുള്ളിക്കും ഈ സിനിമയോട് താല്പര്യമുള്ളതുകൊണ്ടും പുള്ളി അടച്ച ഷട്ടർ തുറന്നിട്ട് എൻ്റെ ഇന്ന് സെൻഡ് ചെയ്ത് മേടിച്ച് അത് പ്രിന്റ് ചെയ്ത് ആ പ്രിന്റുമായിട്ട് ഞാൻ രാത്രി കൊണ്ടുപോയി ബാലയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് അവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞു. പുള്ളി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാലയ്ക്ക് കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബാല ആ സ്ക്രിപ്റ്റ് മേടിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഞാൻ അന്നേരം ആ ഫോട്ടോ എടുത്തത് ഈ പറയുന്ന അച്ചായൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. ഉണ്ട്. ആ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ. ഈ DTP സെന്ററിൽ നിന്ന് ലീക്ക് ആയിക്കൂടെ? എനിക്കറിയത്തില്ലല്ലോ. അല്ല, വേറെ ആർക്കും കണക്കെയാണ് സാറ്? പിന്നെ രണ്ടാമത് ഞാൻ പോയിട്ടുള്ളത് നമ്മുടെ ഹരീശ്രീ അശോകൻ ചേട്ടൻ. അതായത് ഈ ബാല എന്നോട് 10 ലക്ഷം രൂപ അഡ്വാൻസ് ചോദിച്ചു. അപ്പൊ അന്നേരം എൻ്റെ അത് സെറ്റ് ആയില്ല. അത്രയും പൈസ തന്നെ. അപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മുഴുവനും ബാലയുടെ വൈഫായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന എലിസബത്ത് ആയിരുന്നു എന്നെ വിളിച്ചിരുന്നത്. ബാലയുടെ നമ്പറിൽ നിന്ന് തന്നെ വിളിക്കുന്നത്. ആ പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ എനിക്ക് ഇട്ട് വന്നു.
അപ്പോൾ എനിക്ക് ആ ഫണ്ട് റെഡി ആവാത്തത് കൊണ്ട് അത് ലാഗായി കഴിഞ്ഞ് പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ ഹരീഷ് രാജോവനെ പോയി കണ്ടിട്ട് ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, പോലീസ് ക്യാരക്ടർ, മറ്റേ ഹരീഷ് രാജോവൻ്റെ മകൻ അർജുന അശോക്, ഈ പറയുന്ന രാമന്റെ ക്യാരക്ടർ പുള്ളി ബാലയല്ല, ഹരീഷ് രേഷ്. അപ്പൊ അതിനകത്ത് ബാലനെടുത്ത് പോയതപ്പോൾ എന്തിനാണ് ബാലയിടുക്കയിൽ വെച്ചിട്ടാണല്ലോ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് രാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ പിന്നീട് അത് അങ്ങോട്ട് ആ പ്രോസസ്സ് വർക്കായില്ല, നടന്നില്ല. അത് ചെയ്തിരുന്നെങ്കിൽ അത് നടന്നില്ല, പ്രൊജക്ട് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഹരീഷ് സ്ക്രിപ്റ്റുകൾ രജിസ്റ്റർ ചെയ്യുക എന്നൊരു ഒന്ന് പറഞ്ഞു. എനിക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായി അറിയില്ല, ആർക്കും അറിയത്തില്ല. എങ്ങനെ നമ്മൾ എവിടെ പോയി രജിസ്റ്റർ ചെയ്യും? ഇപ്പൊ ഇവിടുത്തെ പുതിയ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് സാർ. ഇപ്പം ഡിജിറ്റലി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തരും. ഇപ്പൊ പ്രേക്ഷകരും കേട്ടോണ്ടിരിക്കുകയല്ലേ, ഞാനത് കേട്ടിട്ടേ ഉള്ളൂ. അതായത് ഇതിനെ കുറിച്ചിട്ട് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചാണ്. അതായത് നമ്മളൊരു സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒഫീഷ്യലി ഇന്ത്യൻ നിയമപ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ അധീനതയിലോ ഇന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് ആധികാരികത ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ഒരു നിയമവുമില്ല. ഇനി രണ്ടാമത്തെ കേസ്, ഞാൻ നിങ്ങളോട് പറയുന്ന കഥ ഇപ്പം ഇവിടെ ചെയ്യുന്ന ഒരു താൽക്കാലിക പരിപാടികളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റലി അയക്കും. നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി നമ്മളൊരു പോസ്റ്റലിൻ്റെ അകത്താക്കി നമ്മൾ പുറത്തേക്ക് പോസ്റ്റലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റലിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. സാർ ഇതിന്റെ വൺ ലൈൻ ആണോ കൊടുത്തത് അതോ മുഴുവൻ ഫുൾ സ്ക്രിപ്റ്റ് തന്നെ കൊടുത്തു? അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ സാറിന്റെ? എന്റെ കയ്യിലുണ്ട്, ഇതിലുണ്ടല്ലോ, PDF അയച്ചു തരാം. ഞാൻ പ്രിന്റ് ചെയ്തല്ലോ. അത് ഓൾറെഡി കയ്യിലുണ്ടോ? ഇപ്പോഴില്ല, ഞാൻ വേണമെങ്കിൽ പ്രിന്റ് ഫോട്ടോസ് കിട്ടിയാൽ നോർമലി ഞാനത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലീക്ക് ആയിക്കൂടെ? അല്ല, ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാറിന്റെ ഒരു പോസ്റ്റില് സാർ ഏതോ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ എങ്ങാണ്ട് SSLC ടീമിന്റെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വായിക്കും. അതിൽ സിനിമാ ഫീൽഡിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയില്ല. പിന്നെ സാറിന്റെ ഇന്നലത്തെ പോസ്റ്റില് സുരാജിന്റെ മാനേജരുമായി എന്തോ ഒരു വിഷയം, ഉണ്ണിയുമായി എന്തോ ഒരു വിഷയം, അതെന്താണ് സംഭവം? സുരാജിന്റെ ഒരിക്കലും ഞാൻ പോയി കഥ പറഞ്ഞു. ഇതല്ല, വേറൊരു കഥ പറഞ്ഞാണ്. ആ കഥയായിട്ട് സാമ്യമുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഫഹദ് ഫാസിൽ ഇറക്കിയിട്ടുമുണ്ട്. അതേതാണ് പടം? ആ പടത്തിന്റെ പേര് നോക്കണം. അതായത് ഓഫ് റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിയൽ സ്റ്റോറി ഉണ്ടായിരുന്നു. നമ്മുടെ കോട്ടയത്ത് ഉണ്ടായിരുന്ന ഒരു അച്ചായന്റെ സ്റ്റോറി, പാലക്കാരൻ അച്ചായൻ ജീപ്പിൽ അപ്പൊ ആ പുള്ളിയുടെ ജോബി. അപ്പൊ പുള്ളിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ പുള്ളിയുടെ കഥ ഒക്കെ പഠിച്ച്, പുള്ളിയുടെ കൂട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ കഥ ഞാൻ എഴുതി തയ്യാറാക്കി ഞാൻ സുരാട്ടൻ്റെ അടുക്കൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ സുരാട്ടൻ അത് കണ്ണ് നിറഞ്ഞ പുള്ളി അപ്പോഴാണ് അത് അറിയുന്നത്. അതിന് മുമ്പ് അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ യൂട്യൂബ് ലിങ്ക്സും സംഭവങ്ങളൊക്കെ കൊടുത്ത് പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് സുരാട്ടനോട് നീ ഇത് പ്രൊഡ്യൂസേഴ്സിനോട് പറയണ്ട, നമുക്കത് ചെയ്യാം, നീ ഒരു കാര്യം, എനിക്ക് ആ ചേനൊന്ന് നേരിട്ട് കാണണം, നീ ഒന്ന് വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. ഓക്കെ, കൊണ്ടുപോയി. നമ്മളപ്പോൾ തന്നെ പോയി പുള്ളികളൊക്കെ സംസാരിച്ച് പുള്ളിയെല്ലാം സെറ്റായി. അപ്പം ഞങ്ങൾ അവിടെ പോയി കണ്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും ഫോട്ടോഗ്രാഫ്സും എല്ലാം ഉണ്ട്. അങ്ങനെ കണ്ട് പുള്ളിയെല്ലാം പറഞ്ഞെല്ലാം സെറ്റ് ആയതിനു ശേഷം ഈ ഉണ്ണി എന്ന് പറയുന്ന ആളെ അപ്പം ഞാൻ പുള്ളി ഷൂട്ടിലായിരിക്കുമല്ലോ, അപ്പം നീ ഉണ്ണീനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഉണ്ണീനെ വിളിക്കും. അപ്പോൾ ഉണ്ണി പറയും ചേട്ടാ 12-ാം തീയതി വാന്ന് പറയും. മാനേജറാണ്. അപ്പോൾ 12-ാം തീയതി ചെല്ലാൻ പറയും. 12-ാം തീയതി പുള്ളി വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ചേട്ടാ നമ്മൾ സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലെ നിൽക്കാന്ന് പറയുമ്പോൾ നിൽക്കുക, ഞങ്ങൾ ഇപ്പം പറയാം. അങ്ങനെ ഹാൾട്ടോനാണ് ശരിക്കും പറഞ്ഞാൽ. ഉണ്ണി ഇതിനകത്ത് കയറി കളിച്ചു. അപ്പോൾ ഉണ്ണി കയറി കളിച്ചപ്പോഴത്തേക്കും ഞാൻ ഒരു 2-3 തവണ കോൾ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എനിക്ക് മെസ്സേജ് എന്നെ തിരിച്ച് വിളിച്ചിട്ടും പറയണം നീ ശല്യമാണെന്ന് സുരാജിനോട് സുരാജേട്ടനോട് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ശല്യമാണെന്ന് ചേട്ടൻ പറയേണ്ട ആവശ്യം നമ്മുടെ ആണല്ലോ, നമുക്കത് അന്വേഷിച്ചല്ലേ. ഞാൻ അതിൻ്റെ അകത്ത് ഇവിടെ വേറെ അക്രമമൊന്നും ചെയ്തിട്ടില്ലല്ലോ. സുരാജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സ്ക്രിപ്റ്റും പരിപാടികളും എല്ലാം റെഡിയാക്കി ഈ ഉണ്ണിക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്ക് അയച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് അമേരിക്കയ്ക്ക് പോവുകയാണ്. സാർ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ സ്ക്രിപ്റ്റുകൾ ഈ മലയാള സിനിമയിലേക്ക് കടന്നു വരരുത് എന്ന് ചിലര് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്ലാസ്റ്റേഴ്സ് സ്വപ്നതുല്യമായ ഒരു തുടക്കമാണ് സാറിനെ പോലെ ഒരു തുടക്കക്കാരനായിട്ടൊരു ഡയറക്ടർക്ക് കിട്ടുന്നത്. അതായത് അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ നമ്മുടെ അജു വർഗീസ്, സലിം കുമാർ ഏട്ടൻ, അതുപോലെ തന്നെ അങ്കമാലിയിലൊക്കെ ചെയ്തു വന്നുള്ള ബ്രിറ്റോ, അവരെല്ലാരും അതെ
ഒരു എന്താ പറയുന്നത് തിയേറ്ററിലേക്ക് ആളെ നിറയ്ക്കാനുള്ള ഒരു എന്താ പറയുന്നത് എല്ലാ സംഭവങ്ങളും നിറച്ചു വെച്ചിട്ടുള്ള ഒരു ചിത്രം. ഒപ്പം സിനിമയുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് അതിൽ മ്യൂസിക് ചെയ്തത്. അതെ, അപ്പൊ നല്ല അതിനകത്ത് പാടിയിട്ടുള്ളത് NG ശ്രീകുമാറും അവരൊക്കെ. എന്താണ് ആ സിനിമയ്ക്ക് ശരിക്കും സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ നമ്മുടെ പരിപാടി തീർത്തു. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പടം ഉണ്ടാക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. അത് റിലീസ് ചെയ്യേണ്ടത് പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടറിൽ ഒരാള് വൺ ഓഫ് ദ പ്രൊഡ്യൂസർ അല്ലേ? മിഥുൻ എന്താണ് പറയുന്നത് ഇതിനെ കുറിച്ച്? മിഥുന് മാത്രമായിട്ട് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അതിന്റെ കൂട്ടത്തിൽ വേറെ 3-4-5 പേരുണ്ട്. ഇപ്പൊ ആറാട്ടിന്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. പിന്നെ വേറെ 2 പടത്തിന്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സും അതിന്റെ അകത്ത്. അങ്ങനെ 2-3 ട്രെയിലർ ഇറങ്ങിയില്ല. ട്രെയിലർ ഇറങ്ങിയാൽ പോലും നമുക്ക് കുറച്ച് സാധ്യത വെച്ചിട്ട് OTT നോക്കിക്കൂടെ? ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ആ സിനിമയിൽ അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ വേടനൊക്കെ പെട്ടില്ലേ? അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ അത് OTT ഒന്ന് നോക്കിക്കൂടെ? അല്ല എടാ, ഇത് അവർക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ കാര്യമുള്ളൂ. പാറാട്ടിന്റെ ഒക്കെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഉള്ള ആൾക്കാരല്ലേ. അവർക്ക് ആ പടം റിലീസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമൻകുട്ടന്റെയും ലണ്ടൻ ബ്രിഡ്ജിന്റെയും പ്രൊഡ്യൂസറാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് സാറും പ്രൊഡ്യൂസേഴ്സും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇല്ല, ഞാനും ഇപ്പൊ ഈ മിഥുനുമായോ? ഇല്ല. മിഥുനൊക്കെ ഇന്നലെയും കൂടെ വിളിച്ച് എന്റെ ഈ ട്രെയിലർ കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ. പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അറിയില്ല. സാറിന്റെ ചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോയ അത് എന്തിനാണ് അത് ഹാൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നോ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ശരിക്കും സാറിന്റെ മലയാള സിനിമയിലേക്കുള്ള കടന്നുവരവ് ആരെങ്കിലും ഭയക്കുന്നതായി സാറിന് തോന്നുന്നുണ്ടോ? ഉണ്ടാവുമായിരിക്കും. ഞാൻ ചോദിക്കാനുള്ള കാരണം, സാറ് മലയാള സിനിമയിൽ ഒരു വിപ്ലവകരമായ തുടക്കമിടുകയാണ്. കമോൺട്ര ഏലിയൻ സാറിന്റെ ഇനി വരാൻ പോകുന്ന ചിത്രം. സാറ് അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരെ ഓഡീഷൻ ഒന്നുമില്ലാതെ സിനിമയിലേക്ക് സെലക്ട് ചെയ്യുന്നു. സിനിമ ആഗ്രഹിക്കുന്ന ആർക്കും അതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ അംഗങ്ങളാവാം. അവർക്ക് കൃത്യമായ തുക വീതിച്ചു കൊടുക്കുന്നു. സാറ് കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യുന്നു. അതും ഒരു ഏലിയൻ ബേസ്ഡ് സ്റ്റോറി മലയാള സിനിമയിൽ നയനങ്ങാണ്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു ചിത്രം വന്നിട്ടില്ല. ഏലിയനെ കാണിച്ചുകൊണ്ടുള്ള പടം ഇല്ല. റെഡ് റെയിന്റെ ക്ലൈമാക്സിൽ ഏലിയന്റെ ഒരു ചെറിയൊരു പ്രസൻസ് കാണിക്കുന്നുണ്ട്. അപ്പം സാറിന്റെ ചിത്രം എന്ന് പറയുന്ന ഒരു ഏലിയൻ ബേസ്ഡ് എന്താ പറയുക, ഒരു സയന്റിഫിക് സയൻസ് ക്രൈം ത്രില്ലറാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലോട്ടിലേക്ക് പോയത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് പോയതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ പുറത്തേക്ക് ഇറക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഈ ഒരു ഐഡിയാസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് നമ്മുടെ ചതിക്കാത്ത ജന്തു സിനിമയിലെ ലാലിന്റെ ക്യാരക്ടർ. അദ്ദേഹം പറയാറുണ്ട് പറക്കും തളിക വരണം. സിനിമയിൽ പറക്കുന്നില്ല. അപ്പൊ ജയസൂര്യ പറയുന്നുണ്ട് പറക്കും തളിക ഉണ്ട് സാർ, ഗസ്റ്റ് റോൾ ആണ്. അതുപോലെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ അപ്പാനിശ്വരത്തിന് കൊണ്ടുപോയി കൊടുത്തിട്ട് അപ്പാനിശ്വരത്ത് വായിച്ച് എക്സൈറ്റഡ് ആയിട്ട് കുറേയൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു അവന്റെ പേരിലേക്ക് ആ പേര് സ്ക്രിപ്റ്റ് അവന്റെ പേരിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു. സാധിക്കില്ലല്ലോ, നമ്മുടെ കുഞ്ഞിനെ മറ്റൊരാൾ പറ്റത്തില്ല. അപ്പൊ ഞാൻ പുതിയ ആളാണ്. ഓക്കെ, അപ്പൊ അന്ന് ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റ് ഫോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്നോട് വന്നിട്ടുണ്ടെടാ ഇത് അവന്റെ പേരിലേക്ക് സ്ക്രിപ്റ്റ് ആക്കണം, അങ്ങനെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടൂല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണോ, ഞാൻ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയ സാധനം ഞാൻ എങ്ങനെയാണ് വേറെ. അപ്പൊ അന്ന് നീരജ് മാധവ് എന്തോ ഒരു സ്ക്രിപ്റ്റ് അവന്റെ പേര് അവർ സ്ക്രിപ്റ്റ് എഴുതി പടമൊക്കെ അജി വർഗീസ് ഒക്കെ കൂടി. അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു വൈബിലാണ് മച്ചാൻ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മച്ചാൻ ആ സ്ക്രിപ്റ്റിൽ ഇടപെട്ടിട്ട് പുള്ളി പറഞ്ഞു നമുക്ക് ഇതിനകത്ത് കോമഡിയൊക്കെ കൊണ്ടുവരാം. ലവകുശയാണ്. അങ്ങനത്തെ ഒരു ഈഗോ ക്ലാഷ് തുടക്കം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിങ്ങിനൊക്കെ അപ്പാനി വരാൻ ഭയങ്കര ഡിലേ കാണിച്ച് അങ്ങനെയൊക്കെ. അതായത് ഇതിൻ്റെ അകത്ത് ഒരു തരം ഈഗോയിസ്റ്റിക് പരിപാടി ഈ സിനിമയിലുണ്ട്. നമ്മൾ പോയിട്ട് കുനിഞ്ഞു നിൽക്കണം, എന്നെ കൊണ്ട് പറ്റില്ല. നട്ടലുള്ളവന് ഒരിക്കലും സിനിമ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം. അജു വർഗീസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കഷ്ടപ്പെട്ട സിനിമയിലേക്ക് പുള്ളി കാരണം മാത്രമാണ് ആ സിനിമ എനിക്ക് പൂർത്തീകരിക്കാനെങ്കിലും പറ്റിയത്. എന്നിട്ട് അജു വർഗീസ് പടം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അളിയ ഇന്നോലെ സെൻസർ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട് അയച്ചപ്പോഴത്തേക്കിന് സെൻസർ ഏതാണ്? ഇപ്പൊ 21 സെൻസർ കിട്ടിയാണ്. 21 സെൻസർ കിട്ടി. 5 വർഷമായിട്ട് അത് പെട്ടിക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. പടം ഇറക്കിയിട്ടില്ല. കഷ്ടമാണ് മലയാള സിനിമ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പടമാണ്, ചെറിയൊരു പടമല്ല, ചെറിയൊരു കോൺസെപ്റ്റും അല്ല. ഇപ്പൊ ഇന്ന് ഇവര് കഞ്ചാവിനെ കുറിച്ചും അതിനെ കുറിച്ചിട്ടൊക്കെ ഇന്നിപ്പം വേടന്റെ ഒക്കെ ഇതിൽ വരികയും ഇന്ന് അത് ഭയങ്കര വ്യാപകമാവുകയും ചെയ്യുമ്പോൾ ഇത് ഞാൻ അന്ന് വേറൊരു രീതിയിൽ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടാണ് പടം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുന്നത്. ഈ തുടരും വന്നിരിക്കുന്നത് മലയാളത്തിലാണ്. ഈ രാമന്റെ സ്ക്രിപ്റ്റ് തമിഴിലേക്ക് നോക്കിക്കൂടെ?
രാമന്റെ അതെനിക്ക് അറിയത്തില്ലല്ലോ. ഇനിയിപ്പോ അല്ല സാർ ഒരിക്കലും ഇതെന്തായാലും ഈ പറയുന്ന കഥ പൂർണ്ണമായിട്ടും സാറിന്റേതാവില്ല. സാറിന്റെ കഥകളുടെ ഭാഗങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റി. അതിന് ചെയ്യാൻ പറ്റത്തില്ല. ആ കഥ അങ്ങനെ തന്നെ വന്ന് നോവലാക്കി പബ്ലിഷ് ചെയ്യണം സാർ. ഒന്നും നടന്നില്ലെങ്കിൽ നോവലാക്കി പബ്ലിഷ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കിപ്പോ അറിയേണ്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇവന്മാര് അടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ സാർ ഈ എവിടുന്നാണ് പോയെന്ന് അറിയണം. സാർ തമിഴിൽ യന്ത്രൻ സിനിമ ഇറങ്ങിയപ്പോഴും ഇതുപോലൊരു വിവാദം ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് എൻ്റെ ആണെന്നും പറഞ്ഞ് ഒരു നോവലിസ്റ്റ് വരുന്നു. അദ്ദേഹം ഏതാണ്ട് 12 വർഷത്തോളം എങ്ങാണ്ട് അദ്ദേഹം കേസ് കളിച്ചു. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിന് ഭീമമായ ഒരു തുക തന്നെയാണ് നഷ്ടപരിഹാരം കിട്ടിയിരിക്കുന്നത്. സാറും ഈ തുടരുമിൻ്റെ സ്ക്രിപ്റ്റിനെതിരെ, അതായത് തുടരും തൻ്റെ സ്ക്രിപ്റ്റ് ആണെന്നുള്ള സാറിൻ്റെ അവകാശവാദവുമായി രാമനുമായി സാറ് നിയമപരമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഞാൻ കേസ് കൊടുത്തില്ല. ഞാൻ അവിടെ മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഞാൻ വക്കീൽ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവർ വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് അത് വിടത്തൊന്നുമില്ല. അത് 100% വിടത്തില്ല. അതും വിടത്തില്ല. ഇനി ഒരൊറ്റെണ്ണവും വിടത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫഹദ് ഫാസിലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി എന്ന് പറയുന്നത്, അതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് കൃത്യമായിട്ടൊരു അന്വേഷണം വേണം. അതായത് ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഐഡിയ പറയുന്നത് അല്ലേ, എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം. അല്ലേ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഐഡിയ അവനുണ്ടാവുകയും അവൻ അതിനുവേണ്ടി പരീക്ഷണം നടത്തി ആ സാധനം കണ്ടെത്തി അവിടെ ഇങ്ങനെ ചെയ്താൽ കറണ്ട് വരും എന്നവൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ലോകത്ത് മുഴുവൻ ഇതുണ്ടായത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് കണ്ടുകൊണ്ടിരിക്കണവൻ അത് മുഴുവൻ എഴുതിക്കൊണ്ട് പോയിട്ട് അത് അവൻ്റെ ആണെന്ന് പറഞ്ഞാൽ അതിന് എന്നാ ന്യായം എന്നാ പറയും? ഒരു ന്യായം പറയാനില്ല. പക്ഷെ ഒഫീഷ്യലി ഇവൻ്റെയാണ് വന്നത്. കാര്യം ഇവൻ്റെ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഐഡിയ കൊണ്ടുവന്നവനല്ലേ ഈ സമൂഹത്തിന് ആവശ്യം. അവനെ സപ്പോർട്ട് ചെയ്താലല്ലേ ഇനിയും കൂടുതൽ സാധനങ്ങൾ വരുള്ളൂ. അല്ലാണ്ട് ഇവനെ വിട്ട് കഴിഞ്ഞ് ഇത് മൊത്തം മറ്റേ ഒരു മോണോപ്പൊളി സൃഷ്ടിച്ചിട്ട് കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ മേനത്തട്ട് കുത്തി നിൽക്കല്ലേ ഉള്ളൂ. സാറിന്റെ പേഴ്സണൽ ലൈഫിലേക്കാണ്. സാറിന്റെ പോസ്റ്റുകൾക്ക് കീഴെ വരുന്ന വളരെ മോശം രീതിയിലുള്ള മൊത്തം ഫേക്ക് ഐഡി വരുന്നത്, അതിനോടുള്ള സാറിന്റെ പ്രതികരണം അതേ നിലവാരത്തിലുള്ള പ്രതികരണം തന്നെയാണ് പലപ്പോഴും കടന്നു വരാറുള്ളത്. സാർ സമൂഹത്തിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. സാറിന്റെ പേര് ഏകദേശം ഐഡന്റിഫൈഡ് ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ, ഇപ്പോൾ വരാൻ പോകുന്ന കമോണ്ടർ ഏലിയന്റെ ഡയറക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക തുടരുമെന്ന സിനിമയ്ക്ക് ആധാരമായ രാമൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലൊക്കെ പ്രശസ്തനായുള്ള സാറ് ഇങ്ങനെയുള്ള ഈ പറയുന്ന എന്താ പറയുക മോശം കമന്റുകൾക്കെതിരെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലാഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഊമ്പിക്കുഞ്ഞ് ഇരുന്ന് കിരിക്കേണ്ടി വന്നത്. ഇപ്പം ഞാൻ പ്രതികരിച്ച് തുടങ്ങിയത് കൊണ്ടാണ് കമോണ്ടർ എല്ലിനെ എനിക്ക് പൂർത്തീകരിച്ച് അതിനെതിരെ വരുന്ന എല്ലാ അറ്റാക്കുകളും എനിക്ക് തീർക്കുക. എത്ര നാളെന്ന് വെച്ചാൽ നിന്റെ തന്തേനപ്പം തെരുവറണ കേട്ടോണ്ടിരിക്കും. ശരിയാണ്. ഇനി ഇത് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അല്ല, ഫേക്ക് ഐ ഡി എന്ന് പറയുമ്പോൾ തന്നെ അവൻ കള്ളനാണ് അല്ലേ. അവനും സമൂഹത്തിന്റെ മുന്നിൽ പുറത്തു വരാൻ ശേഷിയില്ലാത്തവനും മുഖങ്ങളുള്ളവരും സാറിനെ വിമർശിക്കുന്നു. മുഖങ്ങളുള്ള എത്ര പേര് വിമർശിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു പോസ്റ്റില് സാറിനെ കുറ്റപ്പെടുത്തി പോലെ ഇന്നലത്തെ ഒരു പോസ്റ്റില് സാറ് കമോണ്ടർ ഏലിയൻ സിനിമയ്ക്ക് പണം മുടക്കിയവരെ എല്ലാവരെയും പറ്റിച്ചു, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് സാറ് മുങ്ങുന്നു. എങ്ങോട്ട് മുങ്ങി, എന്ത് പറ്റിച്ചു? അല്ല അത് ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എന്ത് ആധാരത്തിൽ, എന്ത് അടിസ്ഥാനത്തിൽ കമോണ്ടർ ഏലിയന്റെ അത് പൈസ മുടക്കി ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഒരു കംപ്ലൈന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇവൻ പറ്റിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ആ സ്റ്റേറ്റ്മെന്റിന് എപ്പോഴും ഒരു തെളിവ് വേണം. എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? അപ്പോൾ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. മെയിനായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കണ്ടത് മുഴുവനും തെറ്റിദ്ധരിപ്പിക്കലാണ്. എല്ലാവരും വന്ന് വെച്ചത് ഫേക്ക് ഐ ഡി ആണോ എന്ന് ചെക്ക് ചെയ്യില്ല. അപ്പൊ ഇവന്മാര് പെണ്ണുങ്ങളുടെ പേരിൽ, അതായത് പെണ്ണുങ്ങളുടെയൊക്കെ പേരിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന ഓർത്തിട്ട് പെണ്ണുങ്ങളുടെ പേരിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവന്മാര് തെറ്റിദ്ധരിപ്പിച്ച് വിടുകയാണ്. അതായത് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന വ്യക്തി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരരുത്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളൊന്നും ഇൻഡസ്ട്രിയിലേക്ക് വരരുത് എന്ന് പറയുന്ന തടയിടൽ തന്നെയാണ്. വേറെ എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യം? അപ്പോൾ അങ്ങനെയുള്ളവനെ ഞാൻ എന്ത് പറയണം? ഉണ്ണിക്കുട്ട കുഴപ്പമില്ലടാ, നീ അങ്ങനെയൊക്കെ പറഞ്ഞോടാ എന്ന് പറയണം? ഞാൻ പറയത്തില്ല. ഞാൻ മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ അകത്ത് ഇയാൾ പറയത്തില്ലേ, എന്താണ് നിവിൻ പോളി പറയത്തില്ലേ, ഞാൻ ഇടിക്കും. അപ്പോൾ നിവിൻ പോളിയിലേക്ക് വരുമ്പോൾ ഇന്നലെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ വളരെ വിവാദപരമായ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഒരു മലയാളത്തിലെ ഒരു നായക നടൻ ഒരു വലിയൊരു വിവാദത്തിന് ഒരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട്, വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അയാൾ എന്താ പേര് പറയാൻ? അയാൾ അതാണ്. അപ്പം അയാൾ പേര് പറയാത്തത് കോംപ്രമൈസിന് വേണ്ടിയിട്ടാണ്. അപ്പം അയാൾ പേര് പറയാത്തത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരുപാട് നടന്മാരെ അയാളോട് തന്നെ പറയേണ്ട കാര്യം അയാളോടാണ് പുള്ളിക്ക് പറയാനുള്ളത്. അയാളോട് പറയാൻ പറ്റാതെ വന്നപ്പോൾ അതൊരു ഭീഷണിയല്ലേ. ഇപ്പുറത്തൂടെ കൊണ്ടുവന്നിട്ട് വ്യക്തിയുടെ പേര് പറഞ്ഞ എന്താണ് സംഭവം? തെറ്റ് ചെയ്തവനെ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുക. ഇപ്പൊ നിവിൻ പോളിയുടെ പേരിലാണത് വരുന്നത്. കാരണം
എന്തിനാണെന്ന് അങ്ങനത്തെ ഒരു മുൾമുനെ നിർത്തിയിട്ട് ഇതെന്ത് സീരിയലാ? അടുത്ത ശാന്ത എന്ത് ചെയ്യും, ശാന്തയുടെ കല്യാണം നടക്കുമോ എന്നൊക്കെ പറയുന്നത് എന്ത് സീരിയലാ? അതായത് ഇന്ന പോലെയാണ്, ഇന്ന നടൻ ഇന്ന പ്രശ്നം ഉണ്ടാക്കി, അത് ഞങ്ങൾ സംസാരിച്ചിട്ട് തീരണില്ല, അത് കാണിച്ചത് തെറ്റാണെന്ന് അന്തസ്സായിട്ട് നട്ടല് നിവൃത്തി അങ്ങ് പറയണം. എന്തിനാണ് ഇങ്ങനെ ഒരു നടൻ എന്ന് പറയുമ്പോൾ അത് ഏത് നടൻ? ഒരു 50 നടനെ കൊണ്ടുവന്ന് അതിന്റെ ഇടയിൽ ഇട്ട്. സാർ, ഇപ്പോൾ മലയാള സിനിമയില് സെറ്റുകളിൽ ലഹരി അത് ഭയങ്കര ഒരു വിഷയമായിരിക്കുകയാണ്. സെറ്റുകളിൽ പോലീസിന്റെയും നാർക്കോട്ടിക്സ് വിങ് കയറി ഇറങ്ങുന്നു, ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. ഈ ലഹരി എന്ന് പറയരുത്, അത് തെറ്റാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ലഹരികളുണ്ട് അല്ലേ? ഏത് മദ്യവും സിഗരറ്റും ഒക്കെ, അതൊക്കെ ലഹരിയുടെ തന്നെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉന്മാദത്തിലെത്തുന്ന പാട്ട് പാടുന്നത് ആൾക്കാരെ ലഹരിയായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഞ്ചാവും അങ്ങനെ പറയണം, കഞ്ചാവും MDMA അങ്ങനെ പറയണം. മലയാള സിനിമയുടെ ലഹരി ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ലാലേട്ടൻ നമുക്കൊരു ലഹരിയാന്ന് പറയത്തില്ലേ? അപ്പൊ ഈ ലഹരിയുടെ അർത്ഥം മാറിയില്ലേ? സാർ, ഇപ്പോൾ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടർ ഇപ്പോ ഈ പറയുന്ന ലഹരി ഉപയോഗത്തിൽ പിടിയിലായി. ഞാൻ ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, എപ്പോഴെങ്കിലും സ്ക്രിപ്റ്റിൽ സാറിന് ലഹരിയുടെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല? ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ക്ലിയർ. എന്നെ ആൾക്കാർ ഞാൻ ഭയങ്കര മദ്യപാനി എന്നാ പറയുന്നത്, പക്ഷെ എനിക്ക് മദ്യത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ എന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു മദ്യം മേടിച്ച് വെച്ചിട്ട് ആണ്ടിലും സംക്രാന്തിക്കും കഴിക്കുമെന്നുള്ളതല്ലാതെ ഞാൻ ഇനി ഒരു മദ്യം പൂർണ്ണമായിട്ട് അത് ഞാൻ ഡ്രൈ ഒരു പെഗ് 2 പെഗ് അതിന്റെ അപ്പുറത്തെ അടിക്ക്. ഇപ്പൊ സാറിന്റെ സെറ്റില് അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എന്താവും സാറിന്റെ പ്രതികരണം? ആദ്യം ഞാൻ ഉപദേശിക്കും, അല്ലെ ഇത് ആവശ്യമില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് അവൻ കേട്ടില്ലെന്നെ അടിച്ചു പുറത്താക്കും. വളരെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ ചെയ്യണോടോ, ഇതല്ലാതെ പറ്റത്തില്ലെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എത്ര നേരം എന്ന് പറഞ്ഞ ഒരാളെ ഉപദേശിക്കാൻ പറ്റും? ചൊല്ലിക്കൊട് തല്ലിക്കൊട്. ഇനി രണ്ടാമത്തെ കേസ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലോ. ഈ ലഹരി എന്ന് പറയുന്നവൻ അവനവന്റെ വീട്ടിൽ വളർത്തണമല്ലോ. ഇതൊക്കെ സൊസൈറ്റിയിലുള്ള നമ്മളൊരു സുരക്ഷിത സംവിധാനം വെച്ചിട്ടില്ലേ? ഈ സുരക്ഷിത സംവിധാനത്തിന്റെ ഇത്രയും ഡിറ്റക്ടർ, മറ്റേ ഡിറ്റക്ടർ, മറിച്ച ഡിറ്റക്ടർ, മറ്റേ ഹെൽമെറ്റ് വെച്ചില്ലേ അവരെ പെറ്റിയടിക്കുന്ന നാടാണ് ഇവിടെ. അപ്പോൾ പിന്നെ ഇത്രയും സുരക്ഷയും മറികടന്ന് ഈ സാധനം ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്കിനി കമാൻഡർ ഏലിയന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. പറയൂ, എങ്ങനെയാണ് സാർ കമാൻഡർ ഏലിയൻ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനം, അതായത് അഭിനയിക്കാനും സിനിമയിലേക്ക് വരാനും ആഗ്രഹമുള്ളവരെ എല്ലാവരെയും ഒരുമിച്ച് ഒരു സിനിമ കൊണ്ടുവരാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് സാർ വന്നത്? എങ്ങനെയാണ് സാർ സ്ക്രിപ്റ്റിലേക്ക് വന്നത്? കമാൻഡർ ഏലിയൻ എന്ന് പറയുന്നതൊക്കെ ഞാനൊരു 2-3 പടമൊക്കെ ഹിറ്റ് ആക്കിയതിന് ശേഷം ഒരു മാസ് പരിപാടി ഉണ്ടല്ലോ, ഒരു 10-600 കോടി രൂപയ്ക്കൊക്കെ ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ പണ്ട് എഴുതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. അത്രയും വലിയൊരു വ്യാപ്തി അതിനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്ന പല സാധനങ്ങളും ഇപ്പോൾ ആർട്ടിസ്റ്റിനെ വെച്ച് പടം ചെയ്ത് പ്രൊഡ്യൂസ് ഇതൊന്നും പുറത്തോട്ട് വരാതായപ്പോൾ പിന്നെ നമ്മൾ ഈ സാധനം വെറുതെ കൈ പിടിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ സാധനങ്ങൾ ഇനി ഞാൻ ഇച്ചിരിയും കൂടി ലോങ് ആയിട്ട് ചിന്തിക്കുന്ന ആൾ. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു സാധനം ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഐഡിയയ്ക്ക് പരിപാടി അങ്ങോട്ട് അലക്കി. നമുക്കിപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ കമാൻഡർ ഏലിയൻ്റെ അധികാരം എനിക്ക് തന്നെ വേണമായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ പബ്ലിക്കിൻ്റെ അടുക്കൽ ബെഗ് ചെയ്തുകൊണ്ടിരുന്നത്. ബെഗല്ല, അതായത് നിങ്ങളുടെ കാശ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു 200 ദിവസത്തേക്ക് എനിക്ക് തായോ, ഞാൻ 200 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചറിയാം. ചിലവായിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. കണക്ക് മൊത്തത്തിൽ എടുത്താൽ പോലും ഒരു സാധാരണ സിനിമയ്ക്ക് ഭക്ഷണം മേടിക്കേണ്ട കാശ് പോലും ആയിട്ടില്ല. ഒരു 1 CR 2 CR അത്രയൊന്നും 1 കോടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പരിപാടി പിടിക്കും. അത്രയൊന്നുമില്ല. ഇത് റിലീസ് അടക്കം ഞാൻ ഇട്ട ബഡ്ജറ്റ് റിലീസ് അടക്കം നമുക്കൊരു 50 ലക്ഷം രൂപയാണ് റിലീസ് അടക്കം വരത്തുള്ളൂ. പക്ഷെ അതിന്റെ പോലും പകുതി പോലും ആയിട്ടില്ല പടത്തിൽ. ലൊക്കേഷൻസ് ഒക്കെ ഗോവ ഉണ്ടായിരുന്നു, ചെന്നൈ ഉണ്ടായിരുന്നു, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു, അമേരിക്കയുണ്ട്, പിന്നെ ദുബായ് ഉണ്ട്, പിന്നെ നമ്മൾ റോമൊക്കെ ഉണ്ട്. അങ്ങനെ പല എമ്പുരാന്റെ ഒരു മിനിയേച്ചർ പരിപാടി. മിനിയേച്ചർ എമ്പുരാനാണ് അങ്ങനത്തെ പരിപാടി. പറക്കുന്നിലേക്ക് പറന്നിറങ്ങുന്നുണ്ട്. ചന്തു പറഞ്ഞ പോലെ ഗസ്റ്റ് റോൾ ആണോ? അതെ, പടം കണ്ടുവെക്കുക. ആ പടം എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ ആരും ചിന്തിക്കാത്ത ഒരു കോൺസെപ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, ആ ട്രെയിലറിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഏലിയൻ ആണ് ഇതിന്റെ പിന്നിൽ, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊരു തിയറിയാണ്. ആ പടം ഒരു തിയറി കാറ്റഗറി, ഒരു ഹൊറർ ക്രൈം, അതോ ഹൊറർ ക്രൈം അല്ല, സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ്, ക്രൈം ത്രില്ലറാണ് സാറേ. ശരിക്കും നമ്മൾ പലപ്പോഴും അതെ ഞാൻ അതിൻ്റെ ഒരു ഐഡിയോളജിയും കൂടെ പറയാം. അതിൻ്റെ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാം. നിങ്ങൾക്ക് മനസ്സിലൊരു തോന്നൽ വന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? നിങ്ങളുടെ തലയുടെ ഉള്ളിൽ ഒരു TV ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ TV യിലേക്കുള്ള സിഗ്നൽസുകൾ അല്ലെങ്കിൽ ഇമേജസിനെ ഒരു റിമോട്ടിലൂടെ ഒരാൾക്ക് തരാൻ പറ്റുമെങ്കിൽ
അപ്പോഴാണ് നിങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് ഒരു തോന്നലുണ്ടാകുന്നത്. ഈ തോന്നലില്ലാതെ നിങ്ങളുടെ ഈ ബോഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ. ഈ തോന്നൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്, ഈ തോന്നൽ ആരാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതിൻ്റെ ആൻസറാണ് ഈ കമോൺട്ര ഏലിയൻ എന്ന് പറയുന്ന പടം. അപ്പോൾ ഇത് റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ എൻ്റെ റിമോട്ടിൽ നിങ്ങളുടെ തലയിലേക്ക് ഒരു ഇമേജിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവും. ശരിക്കും പറയുന്ന അനുനാഗി സിദ്ധാന്തത്തെ സാറ് ഉറപ്പിക്കുക. ജ്യോതിഷം അതായത് ജ്യോതിഷം ആദ്യത്തെ ശാസ്ത്രമാണ്, ജ്യോതിശാസ്ത്രമാണ്. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ബ്രിട്ടീഷുകാരടക്കം ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് കുരുമുളകും അച്ചാറും അടിച്ചുകൊണ്ട് പോകാനല്ല, നമ്മുടെ ഇവിടുത്തെ ജ്യോതിഷത്തിൽ എഴുതിയിരിക്കുന്ന ശാസ്ത്രരേഖകൾ കൊണ്ടുപോകാനാണ്. എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഐസക് ന്യൂട്ടൻ ഈ കണികാ സിദ്ധാന്തവും ഗുരുത്വാകർഷണ ബലവും ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് പുള്ളി ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ വേദപുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ വേദങ്ങളെല്ലാം ശാസ്ത്രങ്ങളാണ്. ഇന്ത്യയിലുണ്ടായിരുന്ന വേദങ്ങൾ, അന്ന് ഭാരതീയ ശാസ്ത്രത്തിലുണ്ടായിരുന്നതെല്ലാം ശാസ്ത്രങ്ങൾ. ഇപ്പം നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയാൽ അവിടെ ഈ മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ എല്ലാത്തിൻ്റെ അകത്തും എൻഡിൽ ശാസ്ത്രം 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 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ രേഖാശാസ്ത്രം, മറ്റേ ശാസ്ത്രം, മറിച്ച്. അപ്പോൾ ഈ ശാസ്ത്രം എന്ന് പറയുന്നതാണ് സയൻസ് എങ്കിൽ ആദ്യത്തെ സയൻസ് ടെക്സ്റ്റാണ് ഞാൻ കാണുന്ന ജ്യോതിഷം. അപ്പോൾ ആ ജ്യോതിഷത്തിൻ്റെ അകത്ത് സൂര്യനെ കുറിച്ചിട്ടും സൂര്യനും എനർജികളെ കുറിച്ചിട്ടും എനർജിയുടെ ഡിപ്പെൻസുകളെ കുറിച്ചിട്ടും അതിൻ്റെ അകത്ത് ഹ്യൂമൻസിനെ കുറിച്ചിട്ടും ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള ആക്ടിവിറ്റീസുകളെ കുറിച്ചിട്ടും ഇമോഷൻസുകളെ കുറിച്ചിട്ടും ഇങ്ങനെ എൻറ്റയർ സാധനത്തിനെ കുറിച്ച് അവർ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ജ്യോതിഷം ഇപ്പം എവിടെയാണ് എന്ന് ഭാരതത്തിലെ മുതിർന്ന ആൾക്കാർ ജനങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ തീ കൊളുത്താനുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ പറയുന്ന കമോൺട്ര ഏലിയൻ. ആസ് എ ഡയറക്ടർ സാർ അതിൽ സാറ്റിസ്ഫൈഡ്? ഐ ആം ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതായത് ഇത് ഭയങ്കര ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാനിത് വേറെ പരിപാടി ചെയ്യും. നമ്മൾ ഈ പറയുന്ന പോലെ മലയാളം വിട്ട് നോക്കാമായിരുന്നു. അടി മലയാളമൊക്കെ വിട്ട് ഞാൻ പോയതാണ്. തമിഴ്നാട്ടിൽ നിങ്ങൾ കരുതുന്ന പോലെ അത്ര ഈസി ഒന്നും അല്ല. അതിലും എളുപ്പമാണ് നമുക്ക് മലയാളത്തിൽ പടം ചെയ്യാൻ. തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. നീ അങ്ങോട്ട് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു പടം ഉണ്ടാക്കിക്കൊണ്ടൊരു പോസിബിൾ അല്ല. നമ്മൾ മെയിനായിട്ട് ഞാൻ പറയാം, നമ്മളിങ്ങനെ അമ്പ്ര എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏത് പടവും ചെയ്യാം. ഓക്കെ. അപ്പോൾ സാറേ എനിക്കിനി ചോദിക്കാനുള്ളത് മലയാള സിനിമയിലെ മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ്. ഇവിടെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് മലയാള സിനിമയിലെ ലോബികൾ. മട്ടാഞ്ചേരി ലോബി, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ലോബി. ഇപ്പം ആൾക്കാരുടെ പേരുകളൊന്നും നമ്മൾ പറയുന്നില്ല, അങ്ങനെ ഒരു വിവാദത്തിലേക്ക് നമ്മൾ വരുന്നില്ല. ശരിക്കും മലയാള സിനിമയിൽ അങ്ങനെ ഒരു ലോബി ഉണ്ടോ? മലയാള സിനിമ മാത്രമല്ലല്ലോ, എല്ലാ ഫീൽഡിലും ലോബിയുണ്ട്. എല്ലാ സിനിമയിലും ലോബിയുണ്ട്. ലോബി എന്ന് പറയുന്ന ഒരു കൂട്ടമാണ്. അതായത് ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാക്കുന്ന അവരുടെ നിയന്ത്രണത്തിൽ നടത്തുന്ന ആ പ്രവർത്തികളാണ് ആ ലോബിയുടെ അടിസ്ഥാനത്തിൽ. മട്ടാഞ്ചേരി ലോബി ആണല്ലോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലഹരിയുടെ പേരിലേക്ക് കൂടുതൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മട്ടാഞ്ചേരിയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ലഹരി കൂടുതൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ അവിടുത്തെ പോലീസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം. സാറേ ഈ മട്ടാഞ്ചേരി ലോബി ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഇപ്പം വാരണാസിയൊക്കെ പോലത്തെ സ്ഥലത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ കഞ്ചാവ് ഭയങ്കര അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മൈത്രേൻ എന്ന് പറയുന്ന പുള്ളി പറയുന്നുണ്ട് എല്ലാവർക്കും നിങ്ങൾ ഇത് കൊടുത്ത് പഠിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇത് അമേരിക്ക പോലത്തെ സ്ഥലത്തൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഇത് ലീഗലായിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ പല ആയുർവേദിക് പ്രോഡക്റ്റിൻ്റെ, അമേരിക്കയിൽ മാത്രമല്ലല്ലോ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബോംബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അല്ല നമ്മൾ ലീഗലായിട്ട്, അതായത് സർക്കാർ അനുവദിക്കുന്നതാണല്ലോ. സർക്കാർ ജനങ്ങൾക്ക് ഉത്തർപ്രദേശിലെ ചില പ്രദേശങ്ങളിലൊക്കെ അവരുടെ ആഘോഷവേളകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബോംബിൽ കഞ്ചാവ് ചേർക്കാതെ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ നട്ട് വളർത്തുന്നു. അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത് ശാസ്ത്രീയപരമായിട്ടാണെങ്കിൽ അത് സർക്കാർ, ഇതെല്ലാം അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് പറയുന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി. കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യല്ല. അല്ല, ഗവൺമെന്റ് പറ്റില്ല എന്ന് പറഞ്ഞ സാധനം ചെയ്യാതിരിക്കുക. ഞാൻ ചോദിക്കുന്നേ, ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ ഒരു ടീം, അല്ലെങ്കിൽ ആ ഒരു ടീം വർക്ക്, അവരാണ് മലയാള സിനിമയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ AMMA എന്ന് വിളിച്ചാൽ പോരെ ചോദിച്ചു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പുതിയൊരു സംഘടന ഉണ്ടാക്കിയത് അവരാണ്. നമ്മുടെ ദിലീപ്, ജനപ്രിയ നായകൻ ദിലീപ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ പീക്ക് ടൈമിൽ നിൽക്കുന്ന ടൈമിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നടി ആക്രമണ വിവാദം വരുന്നതും അദ്ദേഹത്തിൻ്റെ കരിയർ ഏകദേശം അവസാനിച്ച പോലെ തന്നെ. ഇറങ്ങുന്ന പടങ്ങളൊന്നും പച്ചവിടുന്നില്ല. പഴയ ദിലീപിനെ എവിടെയോ നഷ്ടപ്പെട്ടു. ഏതോ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഏതോ താളുകളിൽ നഷ്ടപ്പെട്ടു പോയ അക്ഷരക്കൂട്ടുകളാണ് ദിലീപ് എന്ന് പറയുന്ന നടനെന്ന് പറയേണ്ടി വരും. ഒരു കാലത്ത് മലയാളത്തിലെ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഹൃദയം കവർന്നിരുന്ന, അവരുടെ ആഘോഷവേളകളെ, അവരുടെ ഇടവേളകളെ എല്ലാം സന്തോഷം നിറച്ചിരുന്ന ദിലീപ് എന്ന് പറയുന്ന നടനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് തിരിച്ചുവരികയാണ്. അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം പറയാം. അതിനകത്ത് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പിടിച്ചില്ലേ, ഡ്രൈവർ ഫസ്റ്റില്,
അവനെ വെച്ച് ഒരാഴ്ചക്ക് മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്തതാണ്. സാർ ചെയ്താണ് ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച ഈ പറയുന്ന നമ്മുടെ ഈ ആലുവ ഉള്ളിലോട്ട് ഒരു പ്രദേശത്ത് അങ്കമാലി സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ചെറുക്കൻ വന്നിട്ട് അവനാണ് അതിൻ്റെ അകത്ത് നായകനായിട്ട് അഭിനയിച്ചത്, മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ അന്ന് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അവനെ കാണുന്നത്. അപ്പോൾ കണ്ടിട്ട് അവൻ ആ ഷോർട്ട് ഫിലിമിൽ അതിൻ്റെ അകത്ത് അഭിനയിച്ച പെൺകുട്ടി ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നടിയാണ്. അപ്പോൾ അവളായിരുന്നു അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. ഈ ആങ്കറൊക്കെ ആയിട്ടുള്ള ഏഞ്ചലാണ് അന്ന് ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത്. വിനീത് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ചെയ്തത്. അവൻ്റെ ഇരുന്ന കഥ അവൻ്റെ കെയർ ഓഫിലാണ് ഈ അംഗങ്ങളെല്ലാം. ഞാൻ ക്യാമറ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അപ്പോൾ അന്ന് അവൻ അഭിനയിക്കുന്ന സമയത്ത് അവിടെ ഒരു റേപ്പ് സീൻസൊക്കെ വരുന്ന സമയത്ത് ഇവനിങ്ങനെ ഭയങ്കര ഒഴിഞ്ഞൊക്കെ മാറും. ചേട്ടാ എനിക്ക് പറ്റും. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, എടാ ഇത് അഭിനയടാ, നീ അഭിനയിക്കുന്നൊക്കെ പറയുമ്പോൾ ഇവന് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറും. അന്ന് അവനിങ്ങനെ പറയുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ എന്തോ ഇവന് കുറേ പൈസ വരുമെന്നോ, അത് കഴിയുമ്പോഴത്തേക്കിനും ഇവർ പടമൊക്കെ നമുക്ക് ചെയ്യാൻ ചേട്ടാ എന്നൊക്കെ അന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷോർട്ട് ഫിലിമൊക്കെ ഫിറ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത്, ക്യാമറയും എഡിറ്റിങ് ഞാൻ ഡയറക്ഷൻ വേറെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളത് ഫസ്റ്റ് കോപ്പി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണാതെ ഞാൻ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലാണ്. ഇവൻ പ്രതി ഞാൻ കിട്ടിക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ അന്ന് ഫേസ്ബുക്കിൽ പറയുന്നത് ഇല്ല, എനിക്ക് അവരായിട്ടൊന്നും കണക്ഷൻ ഒന്നുമില്ല. ഈ ചെറുക്കൻ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ, എൻ്റെ ചോദ്യം പൂർത്തിയായില്ലായിരുന്നു. അപ്പം സാറേ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ദിലീപ് എന്ന് പറയുന്ന ആക്ടറെ സിനിമയുടെ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈംലൈറ്റ് മങ്ങി, അദ്ദേഹത്തിൻ്റെ ലൈംലൈറ്റിൽ നിന്നും ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ആക്ടറെ പിന്നിലേക്ക് വലിച്ചതിന് പിന്നിൽ മട്ടാഞ്ചേരി മാഫിയ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. അതായത് നമ്മൾ ഇതിൻ്റെയൊക്കെ ചിന്തിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബേസ്ഡ് ഓൺ പൈസയാണ്. ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ പലതരം ഈ പൈസ ഒരുവിധം കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അധികാരമാണ്. ഇപ്പം ഞാൻ തന്നെ കമോണ്ടർ ഏലിയൻ എടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഓൺ അധികാരം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ദിലീപിൻ്റെ കയ്യിലായിരുന്നല്ലോ ഒരു സമയത്ത് സിനിമ. അതെ. ദിലീപ് മാറിയതോടുകൂടി ആർക്കൊക്കെയാണോ ഒരു സക്സസ് ഉണ്ടായത് അവർ ചിലപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു നിരപരാധിയെ അപരാധിയാക്കിയിട്ട് അങ്ങനെ നേടാൻ പറ്റുമോ? അത് ഫൈറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. ഇപ്പം താൻ വന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത്, സാർ എന്തിനാണ് ഇപ്പം അവന്മാരെ തെരുവ് പറഞ്ഞാൽ നിങ്ങളും തെരുവ് പറയുന്നത്? ഫൈറ്റാണ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ ചോദ്യമാണ്, മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് നന്ദകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ കൊടുക്കുന്ന ഉപദേശം എന്താണ്? സിനിമ ചെയ്യണമെങ്കിൽ സാമ്പത്തികമില്ലാതെ ഈ മേഖലയിലേക്ക് വരരുത്. നിങ്ങൾ എങ്ങനെയെങ്കിലും വില ചിട്ടി പിടിച്ച കാശും കൊണ്ട് വന്നാൽ ഇതിൻ്റെ അകത്ത് സിനിമ ആരുടെയും തന്തയുടെ വകയല്ലേ. മറ്റേ പൃഥ്വിരാജ് പറയും പോലെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കും, ഉത്തരം കിട്ടിയേ പറ്റുമെന്ന് പറയുന്ന പോലെ നമുക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ആ സിനിമയ്ക്ക് അടിക്കാനുള്ള ഇന്ധനമാണ് അതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ആ പൈസ ഇല്ലാത്ത ഒരുത്തനും ഇങ്ങോട്ട് വന്നാൽ കരകയറൂല. നിങ്ങളൊരു സിനിമ ഉണ്ടാക്കി നിങ്ങൾക്ക് തിയേറ്റർ കിട്ടും, നിങ്ങൾക്ക് ഓഡിയൻസിനെ കിട്ടും, നിങ്ങളുടെ സിനിമ കാണാൻ ജനങ്ങൾ വരും. ജനങ്ങൾ വന്ന് ആ സിനിമ സക്സസ് ആക്കി ഹിറ്റാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ എൻട്രി പാസ് കിട്ടത്തുള്ളൂ. അതാണ് സാറിന് കൊടുക്കുക. അതല്ലാതെ പൈസയും ബന്ധവും ഇല്ലാതെ സിനിമയുടെ ഉന്നതിയിലെത്തി ആരും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും കമോണ്ടർ ഏലിയന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. കമോണ്ടർ ഏലിയൻ്റെ ഒരു വലിയ വിജയത്തിന് വേണ്ടി ഞങ്ങളുടെ എൻ്റയർ ടീമിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. താങ്ക് യു. അപ്പോൾ ഇനി നന്ദകുമാർ AP എന്ന് പറയുന്ന ഡയറക്ടറുടെ പേര് കമോണ്ടർ ഏലിയന് ശേഷം മലയാള സിനിമയുടെ അബ്രപാളികളിൽ എഴുതി ചേർക്കട്ടെ. സാറിന്റെ സിനിമയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലം വരട്ടെ, നല്ല തിയേറ്ററുകൾ കിട്ടട്ടെ, വിജയമാകട്ടെ. അപ്പോഴും സാറിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കും. കുഴപ്പമില്ല, നല്ല കാര്യം, സന്തോഷം. താങ്ക് യു.